സംസാരിക്കണമേ. പല 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 പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ. റക്കലക്കീര റംബുല മക്കറക്കീര ലംബറക്കീര മക്കുറക്കീര ലബ്ബറ മക്കറക്കീര ലബ ലബ ലബക്കീര ലബ്ബറ മക്കറക്കീര. എൻ്റെ വാത്സല്യഭാജനങ്ങളെ, ഞാനാണ് നിങ്ങളുടെ ആത്മാവിൽ തീ പിടിപ്പിക്കുന്നവൻ. ആ തീ പിടിപ്പിക്കുന്ന ഉജ്ജ്വലനത്തിൻ്റെ പ്രത്യുത്തരമാണ് വിശ്വാസം. റക്കല്ല മക്കാറ കീര മക്കാറ ലംബുറ മക്കാറ. എൻ്റെ ഉദ്ധാനത്തിൻ്റെ ആ ശക്തിയിലൂടെ സകല അധികാരവും ഞാൻ നേടിയിരിക്കുന്നു. ആ അധികാരത്തിലൂടെയാണ് ഞാൻ നിങ്ങളെ പരിപാലിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ പരിപാലിക്കുന്നത്. ഇത് വിശ്വസിക്കുവിൻ. ഇത് വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരമാണ്. ഞാനാണ് നിങ്ങളെ പരിപാലിക്കുന്നത്. എൻ്റെ അനന്തജ്ഞാനത്തിലൂടെയാണ് ഞാൻ നിങ്ങളെ പരിപാലിക്കുന്നത്. നിങ്ങളിലുള്ള തിന്മയെ നന്മയാക്കി മാറ്റാൻ എൻ്റെ അധികാരത്തിന്, എൻ്റെ അനന്തമായ ജ്ഞാനത്തിന് കഴിയും. എൻ്റെ ജ്ഞാനം അനന്തമാണ്. ആനന്ദ ജ്ഞാനത്തിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. റക്കല്ലമ്മക്കാറ ശബറമക്കറക്കീര. എൻ്റെ ജ്ഞാനം അത് അനന്തമാണ്. എൻ്റെ ആ ജ്ഞാനം നിങ്ങൾ അന്വേഷിക്കുവിൻ. എൻ്റെ പ്രബോധനത്തിലൂടെ ഞാൻ അത് നിങ്ങളെ പഠിപ്പിക്കും. ഇത് സ്വീകരിക്കുവിൻ, ഇത് വിശ്വസിക്കുവിൻ. ഞാനാണ് നിങ്ങളെ പരിപാലിക്കുന്നവൻ. ഞാൻ നിങ്ങളെ പരിപാലിപ്പിക്കുന്നു. ആമേൻ. സ്വീകരിക്കുവിൻ. ആമേൻ. ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിട്ട് ഈ വയറിൽ കുത്തി വേദന, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കുത്തി വേദനയുള്ള ആരെ കർത്താവ് ഇപ്പോൾ സൗഖ്യം കൊടുക്കുന്നു. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. Thank you, Lord. Praise you, Lord. കർത്താവേ, ജ്ഞാനം നൽകണമേ കർത്താവേ. കർത്താവേ, കരുണയായിരിക്കണമേ കർത്താവേ. ജ്ഞാനം നൽകണമേ. Hallelujah. Praise you, Lord. Thank you, Lord. Praise you, Jesus. Hallelujah. Hallelujah. Amen. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2643 കേട്ടോ. 2643 ഖണ്ഡികയാണ് ഇപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത്. 2643 എടുത്തോ. ഞാൻ പറയണത് കേൾക്കാൻ പറ്റണ്ടല്ലോ അല്ലേ? ഞാൻ വായിക്കട്ടെ. വിശുദ്ധ കുർബാന പ്രാർത്ഥനയുടെ എല്ലാ രൂപങ്ങളും ഉൾക്കൊള്ളുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. കണ്ടോ, ആദ്യത്തെ സെൻറ്റൻസ് തന്നെ കണ്ടോ. വിശുദ്ധ കുർബാന പ്രാർത്ഥനയുടെ എല്ലാ രൂപങ്ങളും അല്ലെങ്കിൽ എല്ലാ രീതികളും ഉൾക്കൊള്ളുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ പ്രാർത്ഥനയുടെ എല്ലാ രൂപങ്ങളും എന്ന് പറയുമ്പോൾ ആരാധന, യാചനാ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, കൃതജ്ഞത, സ്തുതിപ്പ്, മനസ്സിലായോ? ഇതെല്ലാം അടങ്ങുന്നതാണ് എന്ത്? വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ ഈ പ്രാർത്ഥനാ രൂപങ്ങളെല്ലാം
അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാ രീതികളെല്ലാം ഉൾക്കൊള്ളുന്നു ഈ ആരാധനക്രമം. അതാണ് വിശുദ്ധ കുർബാന പ്രാർത്ഥനയുടെ എല്ലാ രൂപങ്ങളും ഉൾക്കൊള്ളുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്തുന്നു. ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിപ്പെടുത്തുന്നു. അപ്പോൾ വെളിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉപരി എന്താണ് മറ്റൊരു വാക്കിലൂടെ കൂടി അതിനെ നമുക്ക് പറയാൻ ശ്രമിക്കുക. അത് സന്നിഹിതമാക്കുന്നു. മനസ്സിലായോ? സന്നിഹിതമാക്കുന്നു. വിശുദ്ധ കുർബാന പ്രാർത്ഥനയുടെ എല്ലാ രൂപങ്ങളും ഉൾക്കൊള്ളുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് സന്നിഹിതമാക്കുന്നു ആ പ്രാർത്ഥനകളെ മുഴുവൻ, ആ പ്രാർത്ഥനാ രൂപങ്ങളെ മുഴുവനും എന്ത് ചെയ്യുന്നു? ലിറ്റർജിയിൽ സന്നിഹിതമാക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് പറയാണ്, ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റെയും സംശുദ്ധമായ സമർപ്പണമാണത്. മനസ്സിലായോ? എന്തെന്നാണ്? ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റെയും സംശുദ്ധമായ സമർപ്പണമാണത്. നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വാക്കുകൾ? അതായത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ. ആ ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ എന്ന് ഇവിടെ പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതാണ് സഭ മുഴുവൻ്റെയും. മനസ്സിലായോ? ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റെയും എന്ന് പറയുമ്പോൾ സഭ മുഴുവൻ്റെയും എന്നാണ് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് അവിടെ അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. മനസ്സിലായി? ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായുള്ള. അപ്പോൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് സഭ തന്നെയും എന്തു ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. സഭ നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായാണ്. മനസ്സിലായോ? അപ്പോൾ ആ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റെയും, കണ്ടോ, സഭ മുഴുവൻ്റെയും എന്താണ്? സംശുദ്ധമായ സമർപ്പണമാണ്. എന്ത്? ലിറ്റർജിയിൽ നടക്കുന്നത്. മനസ്സിലായോ? പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യങ്ങൾ അനുസരിച്ച് സ്തോത്രബലിയാണത്. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന കൂദാശയെക്കുറിച്ച് കുറച്ച് മറ്റു പേരുകൾ കൂടി നമ്മളെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ത് ചെയ്യുന്നുണ്ട്? പരിചയപ്പെടുത്തുന്നുണ്ട്. മനസ്സിലായി? സ്തോത്രബലി, കൃതജ്ഞതാ ബലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് ഒരു 8ഓളം പേരുകളിൽ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് സഭ. അപ്പോൾ അത് ആ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ പോകും. അപ്പോൾ മനസ്സിലായി? ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. ആ 2643 ഖണ്ഡിക ഒന്നുകൂടി ഞാൻ വായിക്കട്ടെ. വിശുദ്ധ കുർബാന പ്രാർത്ഥനയുടെ എല്ലാ രൂപങ്ങളും, കണ്ടോ, എല്ലാ രൂപങ്ങളും, അതായത് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, യാചനാ പ്രാർത്ഥനയുണ്ട് ലിറ്റർജിയിൽ, അല്ലേ, കൃതജ്ഞതാ പ്രാർത്ഥനയുണ്ട്, സ്തുതിപ്പ്, ആരാധന, ഇതെല്ലാം അടങ്ങുന്നതാണെന്ത്? വിശുദ്ധ കുർബാന എന്ന കൂദാശ. അപ്പോൾ വിശുദ്ധ കുർബാന പ്രാർത്ഥനയുടെ എല്ലാ രൂപങ്ങളും ഉൾക്കൊള്ളുക മാത്രമല്ല, ഉൾക്കൊള്ളുകയും പിന്നെന്ത് ചെയ്യുന്നു? അത് ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്തുന്നു. അപ്പോൾ മറ്റൊരു വാക്കും കൂടി നമ്മൾ ചേർക്കണേണ്. എന്താണ് ആ വാക്ക്? അത് സന്നിഹിതമാക്കുന്നു. മനസ്സിലായോ? ആ ബലിപീഠത്തിൽ അത് സന്നിഹിതമാക്കുന്നു. മനസ്സിലായോ? ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റെയും എന്ന് പറയുമ്പോൾ എന്തെന്നാണെന്നാണ് പറഞ്ഞേ? എന്തെന്നാണെന്നാണ് നമ്മളെ സഭ പഠിപ്പിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ എന്ന് പറഞ്ഞാൽ സഭ എന്താണെന്നാണ് നമ്മളെ ആദ്യം പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലേ? ആദ്യം എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. മനസ്സിലായോ? അതിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. മനസ്സിലായോ? സഭ നമ്മൾ ഓരോരുത്തരാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ, അല്ലേ, മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റൊരു കാര്യമാണ്. എന്താണ്? സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരം തന്നെയാണ്. മനസ്സിലായോ? ആ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മളാകുന്ന ഓരോരുത്തരും. മനസ്സിലായോ? അപ്പോൾ ഈ സഭ എന്തിനാണ് നിൽക്കണേ? സഭ എന്തിനാണ്? സഭയുടെ ആവശ്യകത എന്താ? മനസ്സിലായോ? അപ്പോൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായാണ് സഭ നിലനിൽക്കുന്നത്. മനസ്സിലായോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ്? ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായാണ് അത് നിലനിൽക്കുന്നത്, സഭ ഉണ്ടായിരിക്കുന്നത് തന്നെ.
അപ്പോൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റെയും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഈ CCC എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പ്രയാസമായിരിക്കും. അത് കുറച്ച് പരിചയമായിട്ട് വരുമ്പോൾ പിന്നെ പെട്ടെന്ന് മനസ്സിലാവും. അല്ലാണ്ട് പെട്ടെന്ന് ആദ്യം എടുത്ത് വായിക്കുമ്പോൾ ഈ കണ്ടില്ലേ, ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റെയും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആ ശരീരം മുഴുവൻ്റെയും ശുദ്ധമായ സമർപ്പണമാണ്, അതായത് ആ സഭ മുഴുവൻ്റെയും സമർപ്പണമാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ നടക്കണേ. എന്നിട്ട് പറയാണ്, അപ്പം അതിൽ ഒരു വചനക്കോട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, 131 മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം. ഞാനതിവിടെ വായിക്കാം കേട്ടോ, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വചനം. അപ്പം ഞാനത് ഒന്ന് വായിക്കട്ടെ, ഞാൻ വായിച്ചോളാം, നിങ്ങൾ നോക്കി അത് നോട്ട് ചെയ്യുകയും ചെയ്താൽ മതി. മലാക്കി 1-ാം അധ്യായം 11-ാമത്തെ വചനം. സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടും. ഉണ്ടോ? എന്താണ് എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പം ഇതാണ് ആ വചനക്കോട്ട്. എന്താണ്? അപ്പം എന്തിനാണ് ആ വചനക്കോട്ട് അവിടെ നൽകിയിരിക്കുന്നത്? എന്താണ്? ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റെയും, അതായത് സഭ മുഴുവൻ്റെയും സംശുദ്ധമായ സമർപ്പണമാണത് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഈ വചനം കോട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് പിന്നെ പറയാണ് പാശ്ചാത്യ പൗരസ്ത്യ. പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലത്തീൻ റീത്തിനെയാണ് പാശ്ചാത്യം എന്ന് പറയുന്നത്, അതായത് പടിഞ്ഞാറൻ സഭ. പൗരസ്ത്യം എന്ന് പറഞ്ഞാലോ അല്ലേ, സീറോ മലബാർ, സീറോ മലങ്കര എന്നിവ ഉൾപ്പെടുന്നതാണ് പൗരസ്ത്യ പാരമ്പര്യം. പൗരസ്ത്യം അത് കിഴക്കൻ സഭയാണ്. അപ്പോൾ കണ്ടോ, 2 പാരമ്പര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഖണ്ഡികയിൽ, പാശ്ചാത്യവും പൗരസ്ത്യവും. അപ്പോൾ ഈ 2 പാരമ്പര്യങ്ങൾ അനുസരിച്ചും വിശുദ്ധ കുർബാന എന്താണ്? സ്തോത്രബലിയാണ്. എന്താണ്? സ്തോത്രബലി. മനസ്സിലായി? ഇനി നമുക്ക് 1300 അതിൻ്റെ സൈഡ് ഖണ്ഡിക 1330 പോവാം. 1330 പോകാം. നിങ്ങൾ കേൾക്കണ്ടോ ഇതൊക്കെ? നിങ്ങൾക്ക് വീഡിയോയിൽ വരാൻ പാടില്ലായിരുന്നോ? അപ്പം ഞാനിതിപ്പോൾ ആരെയും കാണുന്നില്ല. 1330 ഞാൻ പറഞ്ഞേ. അപ്പം അത് വായിക്കട്ടെ. കേൾക്കണുണ്ടോ? ഞാൻ പറയണ കേൾക്കണുണ്ടോ നിങ്ങൾ? മറുപടി തരുന്നില്ല. അപ്പോൾ ഞാനിത് വായിക്കാൻ പോകണേ. 1330 ആ സൈഡ് ഖണ്ഡിക കേട്ടോ, ആ സൈഡ് ഖണ്ഡിക വായിക്കട്ടെ. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും സ്മാരകം. ഉണ്ടോ? ഓർമ്മ അല്ലേ? സ്മാരകം എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മ. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഓർമ്മ. മനസ്സിലായോ? അപ്പം ഈ ഇപ്പോൾ വായിച്ച വാക്കുകൾ പറയണമെങ്കിൽ തന്നെ, അതായത് കർത്താവിൻ്റെ പീഡാനുഭവം എന്ന് പറയണം, ആ പീഡാനുഭവത്തെക്കുറിച്ച് മാത്രം പറയണമെങ്കിൽ തന്നെ ഒരാഴ്ച, ഒരു 5 ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ എന്ന് പറഞ്ഞാലും തീരില്ല. മനസ്സിലാവുണ്ടോ? പീഡാനുഭവം എന്ന ആ ഭാഗത്തെ മാത്രം കുറിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ. പിന്നെ പറയണത് ഉദ്ധാനം. അപ്പോൾ ഉദ്ധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ഈ പറഞ്ഞ ഒരാഴ്ച കൊണ്ട് പറഞ്ഞാലും അത് തീരില്ല. എന്നിരുന്നാലും നമുക്ക് ചെറിയൊരു രീതിയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും സ്മാരകം എന്ന് പറയുമ്പോൾ ആ പീഡാനുഭവത്തെ മാത്രം നമ്മൾ എടുത്തിട്ട്, ആ വാക്കിനെ മാത്രം എടുത്തിട്ട് നമ്മളിപ്പോൾ ഇത് വിടുന്നില്ല. ഇതിവിടെ നിങ്ങൾ അടയാളം വയ്ക്കുക. കേൾക്കണുണ്ടോ? അടയാളം വയ്ക്കുക. എന്നിട്ട് 1851 ഖണ്ഡികയിലേക്ക് പോവാണ്. ഇതുമായിട്ട് ഇതിവിടെ എഴുതിയിട്ടൊന്നുമില്ല, ആ ഖണ്ഡിക കോട്ട് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ഞാനതിനെ കോട്ട് ചെയ്യുകയാണ്. ആ ഖണ്ഡികയെ പീഡാനുഭവം എന്ന വാക്കിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. പീഡാനുഭവം കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഉദ്ധാനത്തിൻ്റെ സ്മാരകമാണ് വിശുദ്ധ കുർബാന. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പീഡാനുഭവം, കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിനെ മാത്രം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റണേ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ഓടിച്ച് 1851 ഖണ്ഡിക, 1851 ഖണ്ഡികയിൽ നമുക്ക് വായിക്കാം.
എടുത്തോ നിങ്ങൾ. മറ്റേത് വിടരുത് കേട്ടോ, മറ്റേത് വിടല്ലേ, ആ ഭാഗം വിടരുത്. 1851 ഖണ്ഡിക എടുത്തോ, നിങ്ങളെല്ലാവരും എടുത്തോ അത്. ഞാൻ വായിക്കാൻ പോണേ. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ ശ്രദ്ധിക്കണോട്ടോ. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ് സഭ. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ അവിടുത്തെ കാരുണ്യം പാപത്തെ കീഴടക്കാൻ തുടങ്ങിയപ്പോഴാണ് പാപം അതിൻ്റെ അക്രമഭാവവും അതിൻ്റെ വൈവിധ്യവും ഏറ്റവും വ്യക്തമായി വെളിപ്പെടുത്തിയത്. കണ്ടോ, യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ളൊരു ഒരു വ്യാഖ്യാനം, അതിലൊരു സംക്ഷിപ്ത രൂപം ഇവിടെ ഈ ഒരു ഖണ്ഡികയിൽ കൊടുത്തിരിക്കുകയാണ്. എന്താണ് പറയണേ? ക്രിസ്തു. അപ്പം നമ്മളിതിപ്പോൾ ഇവിടെ ഓടിച്ച് പറഞ്ഞു പോവാണ് കേട്ടോ. നമ്മൾ 3.5 മണിക്കൂർ ഒക്കെ വെച്ചിട്ട് 3.5 മണിക്കൂർ എടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഈ ഖണ്ഡികയെ. പക്ഷെ ഇപ്പം നമുക്കധികം സമയമില്ലാത്തത് കൊണ്ടിട്ട് ഞാനിങ്ങനെ ഓടിച്ച് വായിക്കുകയാണ്. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചോളൂ. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ അവിടുത്തെ കാരുണ്യം പാപത്തെ കീഴടക്കാൻ തുടങ്ങിയപ്പോഴാണ് പാപം അതിൻ്റെ അക്രമഭാവവും അതിൻ്റെ വൈവിധ്യവും ഏറ്റവും വ്യക്തമായി വെളിപ്പെടുത്തിയത്. എന്നിട്ട് പിന്നെ 8 പോയിന്റുകൾ അവിടെ പറയാണ്, 8 കാര്യങ്ങൾ. എന്തൊക്കെയാണ് 8 കാര്യങ്ങൾ? 1, വിശ്വാസമില്ലായ്മ. രണ്ടാമത്തെ കാര്യം എന്താണ്? ഹിംസാത്മകമായ വിദ്വേഷം, അതായത് കൊല്ലണമെന്നുള്ള നമ്മുടെ ഹൃദയാവസ്ഥ. അതാണ് ഹിംസാത്മകമായ വിദ്വേഷം, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? നേതാക്കന്മാരും ജനവും നടത്തിയ തള്ളിപ്പറച്ചിലും പരിഹാസവും. മൂന്നാമത്തെ കാര്യം എന്താണ്? നേതാക്കന്മാരും ജനവും നടത്തിയ തള്ളിപ്പറച്ചിലും പരിഹാസവും. നാലാമത്തെ കാര്യം എന്താണ്? പീലാത്തോസിൻ്റെ ഭീരുത്വം. നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്താണ്? പട്ടാളക്കാരുടെ ക്രൂരത. ഇനി ആറാമത്തെ കാര്യം എന്താണ്? യേശുവിന് സഹിച്ച യൂദാസിൻ്റെ കയ്പ് നിറഞ്ഞ ഒറ്റിക്കൊടുക്കൽ. ഇനി ഏഴാമത്തെ കാര്യം എന്താണ്? പത്രോസിൻ്റെ തള്ളിപ്പറയൽ. ഇനി എട്ടാമത്തെ കാര്യം എന്താണ്? ശിഷ്യന്മാരുടെ പ്രയാണം എന്നിവ. അങ്ങനെ 8 പോയിന്റുകൾ ഇവിടെ പറയണം. അപ്പോൾ ഈ 8 പോയിന്റുകളെയും 8 ഓരോ കാര്യവും എടുത്തുകൊണ്ട് ഈ 8 കാര്യങ്ങളെയും ശരിക്കും പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പറയേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ പറയാനുള്ളൊരു സാഹചര്യം സമയം ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അതിലോട്ട് കിടക്കണില്ല. എന്നിരുന്നാലും നിങ്ങൾക്കൊരു അതിൻ്റെ ആ ഉള്ളടക്കം മനസ്സിലായോ? അതിൻ്റെ കാതൽ മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ ഇതാണ് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ഒരൊറ്റ ഖണ്ഡിക മതി. ഈ ഒരൊറ്റ ഖണ്ഡിക 1851 അതൊന്ന് വിളിച്ചു. 1851 ഖണ്ഡിക. എടാ ജാക്സൺ എണീറ്റേക്ക്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ എന്താണ് അപ്പോൾ നമുക്ക് ഈ 1330 തന്നെ തിരിച്ചു വരാം. 1330 തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഈ യൂദാസിൻ്റെ ഒറ്റുകൊടുക്കലൊക്കെ, കയ്പ് നിറഞ്ഞ ഒറ്റുകൊടുക്കലൊക്കെ, അതൊക്കെ വളരെ നമ്മളെ സ്പർശിച്ചിട്ടുള്ള കാര്യമാണ്. ഈ 1330 തന്നെ തിരിച്ചു വരികയാണ് കേട്ടോ. 1330 തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ ഈ 1851 നിങ്ങൾ നോട്ട് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളത് പിന്നീട് ധ്യാനിച്ചാൽ മതി. അത് നമുക്കത് പിന്നീട് കൂടുതലായിട്ട് പറയാം. എന്നാലും ഞാനതിൻ്റെ ഒന്ന് വെറുതെ വായിച്ചു പോയതാണ്, അതിനൊന്ന് പരിചയപ്പെടുത്തിയതാണ്. ആ ഖണ്ഡികയെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് നിങ്ങൾക്ക്. ഇങ്ങനൊരു ഖണ്ഡിക ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അത് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവം മുഴുവനെയും ധ്യാനിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ 1330 വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും സ്മാരകം. അപ്പോൾ ഉദ്ധാനം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമേ, വളരെ നമ്മൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പലർക്കും അങ്ങനെ ഒരുപാട് അറിയില്ല. അതെന്നാണ് ചോദിച്ചപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതിതാണ് ഉയിർപ്പ് തിരുനാളിൻ്റെ ആ കുർബാനയ്ക്ക് ശേഷം ഈസ്റ്റർ എഗ്ഗ് തരും ഈസ്റ്റർ എഗ്ഗ് എന്ന് പറഞ്ഞ് തരുമോ ഇല്ലയോ? അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ കിട്ടിയിരുന്നല്ലോ നേരത്തേക്ക് അങ്ങനെ ചെയ്തിരുന്നല്ലോ.
കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ഈ മീറ്റിലുള്ളവരാരെങ്കിലും ഒന്ന് പറഞ്ഞേ, അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഈസ്റ്റർ എഗ്ഗ്? കോഴിമുട്ട ഇങ്ങനെ തന്നിരുന്നോ എപ്പോഴെങ്കിലും? ആർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടില്ല. അപ്പോൾ ശ്രദ്ധിച്ചോ. അപ്പോൾ ഉദ്ധാനത്തിൻ്റെയും സ്മാരകം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ്റ്റർ എഗ്ഗ് ശനിയാഴ്ച ഈ ഉയിർപ്പ് തിരുക്കർമ്മത്തിന് ശേഷം എന്ത് തരും? ഈസ്റ്റർ എഗ്ഗ് തരും. അതിപ്പോഴൊന്നും അങ്ങനെ കൊടുക്കണില്ലായിരിക്കാം, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എന്നാലും ഇടയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, എപ്പോഴേക്കോ ഒരു പ്രാവശ്യം എനിക്കും കിട്ടിയിട്ടുണ്ട്, അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതീകം എന്താണെന്നറിയോ? അതിൻ്റെ പ്രതീകം എന്താണെന്നറിയോ? അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അങ്ങനെ കോഴിമുട്ട നമുക്ക് ഈ തിരുനാളിന് ഈസ്റ്റർ എഗ്ഗ് എന്ന് പറഞ്ഞിട്ട് തരണേ? മനസ്സിലായോ? അപ്പോൾ ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 17-ഉം 18-ഉം വചനങ്ങളിൽ എന്ത് പറഞ്ഞു? ഈശോ എന്ത് പറഞ്ഞു? ഈശോ പറഞ്ഞ ആ വചനങ്ങളൊന്ന് നോക്കിയേ നിങ്ങൾ. അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 17-ഉം 18-ഉം കണ്ടോ? തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ഈശോ പറഞ്ഞു, ഞാൻ ആരും എന്നിൽ നിന്നത് പിടിച്ചെടുക്കുകയല്ല, പിന്നെയോ ഞാനത് സ്വമേധയാ സമർപ്പിക്കുകയാണ്. കണ്ടോ? ഈശോ എന്ത് പറഞ്ഞു? ആരും എന്നിൽ നിന്നത് പിടിച്ചെടുക്കുകയല്ല, പിന്നെയോ ഞാനത് സ്വമേധയാ സമർപ്പിക്കുകയാണ്. ഈ അർത്ഥത്തിലാണ് ലത്തീൻ ആരാധനക്രമത്തിൽ സ്തോത്രയാഗ പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ടുള്ള അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ എന്ന ഒരു പ്രാർത്ഥനാ ഭാഗം. ആ ഒറ്റ വാക്കാണ്, സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ. കണ്ടു? ഈശോ എന്താ പറഞ്ഞത്? ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ 17-ഉം 18-ഉം വചനങ്ങളിലൂടെ എന്താ ഈശോ പറഞ്ഞ്? അതാരും എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല, പിന്നെയോ അത് ഞാൻ സ്വമേധയാ സമർപ്പിക്കുകയാണ്. അത് സ്വമേധയാ സമർപ്പിക്കുവാനും തിരികെ എടുക്കാനും എനിക്ക് എന്തുണ്ടെന്ന് പറഞ്ഞു? അധികാരമുണ്ടെന്ന്. എനിക്ക് അധികാരമുണ്ട്. അങ്ങനെ പറഞ്ഞ യേശുവിൻ്റെ ഈ ഉയിർപ്പിൻ്റെ ഈ വചനത്തിൻ്റെ ശക്തിയെ പ്രതീകാത്മകമായിട്ട് നമ്മളെ പ്രതീകാത്മകമായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ് ഈ കോഴിമുട്ട. അപ്പോൾ എന്താണ് ഈ കോഴിമുട്ടയിൽ നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കോഴിമുട്ടയിൽ കോഴിക്കുഞ്ഞ് പുറത്ത് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോഴിക്കുഞ്ഞ് പുറത്ത് വരുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോഴിമുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞ് പുറത്ത് വരുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും പറയാമോ? ആരും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ കോഴിമുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞ് പുറത്ത് വരുന്നത് അത് ആരെങ്കിലും, അല്ലെങ്കിൽ തള്ളക്കോഴി തന്നെ ഈ കോഴിമുട്ട തൻ്റെ ചുണ്ടുകൊണ്ട് കൊത്തി പൊട്ടിച്ചിട്ടല്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഈ കോഴിക്കുഞ്ഞ് കോഴിമുട്ടയിൽ നിന്ന് പുറത്ത് വരുന്നത്? ഈ കോഴിക്കുഞ്ഞ് തന്നെ എന്ത് ചെയ്യും? ആ മുട്ടയുടെ അകത്ത് നിന്ന് പതുക്കെ പതുക്കെ അത് ചുണ്ടുകൊണ്ട് ഇങ്ങനെ കുത്തി 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 അങ്ങനെയാണ് അത് ആ മുട്ട പൊളിച്ച് അതിൻ്റെ തൊണ്ട് പൊളിച്ച് പുറത്ത് വരുന്നത്. മനസ്സിലായോ? സ്വയം അത് തന്നെ പുറത്തു വരികയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈസ്റ്റർ എഗ്ഗ് ഉയിർപ്പ് തിരുനാളിൻ്റെ അന്ന് നമുക്ക് ഈസ്റ്റർ എഗ്ഗ് തരുന്നത്? എന്തിനാണ്? യേശുക്രിസ്തുവിൻ്റെ ഉയിർപ്പിനെ പ്രതീകാത്മകമായി നമ്മൾക്ക് ഈ കോഴിമുട്ടയിലൂടെ നമ്മളോട് യേശുവിൻ്റെ ഉയിർപ്പിനെ കുറിച്ച് പ്രതീകാത്മകമായി സംസാരിക്കുന്നു ഈ കോഴിമുട്ട. മനസ്സിലായോ? യേശുവിൻ്റെ ഉയിർപ്പിനെ കുറിച്ച് പ്രതീകാത്മകമായി സംസാരിക്കുന്നു. മനസ്സിലാവുണ്ടോ? ആ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത് ഇതാരും എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല. എൻ്റെ ഈ ജീവനും എൻ്റെ ഈ ശരീരം, എൻ്റെ ഈ ജീവനും ഇതാരും എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല, പിന്നെയോ സ്വമേധയാ ഞാനത് സമർപ്പിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? സ്വമേധയാ അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. മനസ്സിലായി? അതേപോലെ തന്നെയാണ് ഈ കോഴിമുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞ് സ്വമേധയാ
തന്നെ ആ കോഴിക്കുഞ്ഞ് അത് കോഴിമുട്ട പൊട്ടിച്ച് അത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഉയിർപ്പിനെ പ്രതീകാത്മകമായി നമ്മളോട് സംഭാഷിക്കുന്നു ഈ കോഴിമുട്ട. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനം എന്ന് പറയണതിൻ്റെ പറഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇന്നലെ ഇങ്ങനെ ഈസ്റ്റർ എഗ്ഗിൻ്റെ അല്ലെങ്കിൽ ആ കോഴിമുട്ടയുടെ ഒരു ഇത് ഓർമ്മ വന്നായിരുന്നു എനിക്ക്. അപ്പോൾ 1330 പറയണേ, കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും സ്മാരകം. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും സ്മാരകം. ഈ പീഡാനുഭവം എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ, ഒരു കാര്യം കൂടി പറയട്ടെ. അത് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാനിങ്ങനെ തോളത്ത് ഇങ്ങനെ കയറ്റിക്കൊണ്ട് നടന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അങ്ങനെ പല സുഹൃത്തുക്കളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തോളത്തും തലയിലൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് നടന്നൊരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആ സുഹൃത്ത് അവൻ അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അങ്ങനെ അവൻ ചെയ്ത ഒരു പ്രവൃത്തി, അവനിൽ നിന്ന് പുറപ്പെട്ട ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി എന്നെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. മനസ്സിലാവുന്നുണ്ടോ? വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. അതിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം ഞാൻ എന്ത് ചെയ്തു, 3 ദിവസം ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും പള്ളിയിലായിരിക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ആരാധന ചാപ്പലിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എൻ്റെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകുമായിരുന്നു. കാരണം ഇവനിൽ നിന്ന് പുറപ്പെട്ട ആ പ്രവൃത്തി അത് അവൻ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? മനസ്സിലായോ? നമുക്ക് എന്താണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയത് ശരിക്കും. മനസ്സിലായോ? അപ്പം ഇത് 3 ദിവസം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കെ 3-ാം ദിവസം വീടിൻ്റെ അടുത്ത് ലൂർദ് ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ആരാധന ചാപ്പലുണ്ട് ചെറിയ. ആ ആരാധന ചാപ്പലിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോഴും ഇങ്ങനെ ആ 3-ാം ദിവസമാണത്. അപ്പോൾ ആ 3-ാം ദിവസം ഇങ്ങനെ കയറി ചെല്ലുമ്പോഴും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ചെല്ലണേ. അപ്പോൾ ആ ചാപ്പലിലേക്ക് കയറിയുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകി. അപ്പോൾ അത് കൂടുതൽ ഇരുട്ടാണ് ആ ചാപ്പൽ. അപ്പോൾ ആർക്കും അങ്ങനെ ഫേസ് ഒന്നും അധികം പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ ഇരുന്ന് കരയാൻ സാഹചര്യമുള്ളൊരു ചാപ്പലാണ്. അപ്പം അങ്ങനെ അവിടെ നിന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചൊരു 10 മിനിറ്റിലധികമായി കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് എന്നോട് ഇങ്ങനെ ചോദിക്കണത് പോലെ തോന്നി, നീ എന്താണ് വിചാരിക്കണേ? എനിക്ക് നീ എൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കണ ആളാണ് അല്ലേ, ധ്യാനിക്കാറുണ്ടല്ലോ അല്ലെ, പീഡാനുഭവത്തെക്കുറിച്ചൊക്കെ നീ മനസ്സിലാക്കണ ആളാണല്ലോ, അല്ലെങ്കിൽ അതൊക്കെ ഓർമ്മിക്കണ ആളാണല്ലോ. അപ്പം ഞാനിങ്ങനെ ഹൃദയത്തിലിങ്ങനെ എന്നുള്ള മറുപടി ഇങ്ങനെ കൊടുത്തു. അപ്പോൾ വീണ്ടും ആ സ്വരം എന്നോട് ഇങ്ങനെ പറയാണ്, എന്താണ്, എൻ്റെ തിരുമുറിവുകൾ എത്ര എണ്ണം എന്നാണ് നീ മനസ്സിലാക്കിയേക്കണേ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടോ? ഈശോ ചോദിക്കുകയാണ്, എനിക്ക് എത്ര തിരുമുറിവുകൾ ഉണ്ടെന്നാണ് നീ മനസ്സിലാക്കിയിരിക്കണേ, അല്ലെങ്കിൽ നിനക്ക് അറിയാവുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എത്ര തിരുമുറിവുകളുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുത്തു. എന്ത് കൊടുത്തു? നിനക്ക് 5 തിരുമുറിവുകളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറയാണ്, അല്ല, അത് ശരിയാണ് 5 തിരുമുറിവുകൾ അല്ലേ, പക്ഷേ എനിക്കൊരു മുറിവ് കൂടിയുണ്ടെന്ന് പറഞ്ഞു. എന്താണ്? എനിക്ക് ഒരു മുറിവ് കൂടിയുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇത് ഏകദേശം ഒരു 2018 കാലഘട്ടത്തിലാണ് കേട്ടോ. മനസ്സിലായോ? 2018 കാലഘട്ടത്തിലാണ് ഇങ്ങനത്തെ ഈ ഒരു അനുഭവം എനിക്കുണ്ടാകണത്. അപ്പോൾ എനിക്ക് ഒരു മുറിവ് കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു ഇതായി. അത് ഏത് മുറിവാണെന്ന് എനിക്ക് മനസ്സിലാവുണ്ടായില്ല. മനസ്സിലായോ? അത് ഏത് മുറിവാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അപ്പോഴാണ് പിന്നെ ഈ സ്വരം വീണ്ടും മന്ത്രിക്കാൻ തുടങ്ങി എൻ്റെ അടുത്ത്. യൂദാസ് എന്നെ ഒറ്റിക്കൊടുത്തില്ലേ? 3 വർഷവും അവൻ എൻ്റെ കൂടെ നടന്ന് ഞങ്ങൾ ഒരു പ്ലേറ്റ് അല്ലേ, അത് ഒരു ഇതാണ് ഞാൻ എൻ്റെ ഒരു രീതിയിൽ പറഞ്ഞപ്പോൾ എന്താണ്, ശരിക്ക് ഒരു സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങി അല്ലേ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കൂടെ നടന്ന്
കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്നിട്ട് അവൻ ഒറ്റ കൊടുത്തപ്പോൾ യേശുവിനുണ്ടായ ഹൃദയവേദന ഉണ്ടല്ലോ, യേശുവിനുണ്ടായ ആന്തരിക വേദന, മനസ്സിലാവുണ്ടോ? ശ്രദ്ധിക്കണേ, യേശുവിനുണ്ടായ ആന്തരിക വേദന, അതെൻ്റെ 6ാമത്തെ തിരുമുറിവാണെന്ന് ഈശോ പറയാണ്. ഇത് എനിക്ക് കിട്ടിയ ഒരു വ്യക്തിപരമായ ഇത് മാത്രമാണ് കേട്ടോ. ഇത് സഭയുടെ പ്രബോധനവുമായിട്ടൊന്നും ബന്ധമില്ല, മനസ്സിലാവുണ്ടോ? പക്ഷെ ഇപ്പം നമ്മൾ 1851 ഒരു വാക്ക് വായിച്ചു. എന്ത് വായിച്ചു? യേശുവിന് ഒറ്റിക്കൊടുത്ത യൂദാസിൻ്റെ അല്ലേ, യേശുവിന് ഒറ്റിക്കൊടുത്ത അല്ലേ, കയ്പ് നിറഞ്ഞ ഒറ്റിക്കൊടുക്കൽ. അപ്പോൾ ഈശോ എന്നിട്ട് ഇങ്ങനെ എന്നോട് പറയാനാണ്, അല്ലെങ്കിൽ ആ ശബ്ദം വീണ്ടും എന്നോട് മന്ത്രിക്കുകയാണ്, ശരിക്കും എൻ്റെ കൈകളിൽ ആ ആണികൾ തറച്ചപ്പോൾ, എൻ്റെ ശരീരത്തിൽ ചമ്മട്ടികൾ കൊണ്ടടിക്കപ്പെട്ടപ്പോൾ എനിക്ക് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തിയുടെ അത്ര വേദന ഉണ്ടായിരുന്നില്ല, മനസ്സിലായോ? അത് പിന്നെയും എനിക്ക് സഹിക്കാമായിരുന്നു. പക്ഷേ യൂദാസ് ചെയ്ത എൻ്റെ സഹചരനും എൻ്റെ സഹചാരിയും എൻ്റെ സുഹൃത്തുമായ യൂദാസ് ഇങ്ങനെ ചെയ്തതിലൂടെ എനിക്കുണ്ടായ ആന്തരിക മുറിവ്, ആ മുറിവ് എനിക്കൊരിക്കലും താങ്ങാൻ പറ്റിയിരുന്നില്ല എന്ന് ഇങ്ങനെ ഈശോൻ്റെ ശബ്ദം എന്നോട് ഇങ്ങനെ മന്ത്രിക്കുകയാണ്. അപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കണേ കേട്ടോ. എനിക്കാണെങ്കിൽ ഈ കരച്ചിൽ നിർത്താനും പറ്റണില്ല, മനസ്സിലാവുണ്ടോ? അതുപോലെ വേദനയായിരുന്നു, അതുപോലെ ഹൃദയവേദന തന്ന ഒരു പ്രവൃത്തിയായിരുന്നു അത്. എന്നിട്ട് ഈശോ എന്നിട്ട് ഈ ശബ്ദം എന്നോട് മന്ത്രിക്കുകയാണ്, ഇപ്പോൾ നിനക്ക് നിൻ്റെ ഈ അവസ്ഥ ഇല്ലേ, നിൻ്റെ സുഹൃത്ത് നിന്നോട് ചെയ്ത ഈ പ്രവൃത്തി അത് നിനക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ, നിനക്കത് എങ്ങനെയും അത് അല്ലേ, അത് അംഗീകരിക്കാനോ സഹിക്കാനോ പറ്റണില്ല, അത് മാറിയും പോണില്ല, ആ വേദനയും മാറിപ്പോണില്ല. അപ്പോൾ ആ അവസ്ഥ എങ്ങനെയാണ് മാറ്റേണ്ടത്, മാറിപ്പോകുന്നത് എന്ന് ഈശോ പറയാണ്. അതായത് ഈശോ പറയണേ, എന്നെ യൂദാസ് ഒറ്റിക്കൊടുത്തില്ലേ, ആ ഒറ്റിക്കൊടുത്തപ്പോൾ എനിക്കുണ്ടായ ആ വേദനയുണ്ടല്ലോ, യൂദാസ് എന്നെ ഒറ്റിക്കൊടുത്തപ്പോൾ എനിക്കുണ്ടായ ആ കയ്പ് നിറഞ്ഞ വേദനയുണ്ടല്ലോ, ആ വേദനയോട് നിൻ്റെ ഈ വേദന കൂട്ടിച്ചേർക്ക്, അപ്പോൾ നിൻ്റെ ഈ വേദന ഇല്ലാണ്ടാകുന്നു. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലായി? വിശ്വസിക്കേണ്ട കാര്യമില്ല അല്ലേ? ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ, വലിയ അത്ഭുതമെന്നുള്ള കാര്യമല്ലല്ലോ. അങ്ങനെ ഞാൻ ഈ ഈശോൻ്റെ ആ 6ാമത്തെ തിരുമുറിവ്, യൂദാസ് യേശുവിന് ഒറ്റിക്കൊടുത്ത അപ്പോൾ യേശുവിനുണ്ടായ ആ കയ്പ് നിറഞ്ഞ വേദന, ആന്തരിക വേദനയുടെ ആ തിരുമുറിവിലേക്ക് എൻ്റെ ഈ എളിയ വേദന ഞാൻ സമർപ്പിച്ച് നിമിഷങ്ങൾ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് അതിനകം ഞാൻ ചിരിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അതെൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഇങ്ങനെ ഒരു യേശുവിൻ്റെ ആന്തരിക മുറിവ്, അതായത് തിരസ്കരിക്കപ്പെട്ടപ്പോൾ, അവഹേളിക്കപ്പെട്ടപ്പോൾ, ഒറ്റുകൊടുക്കപ്പെട്ടപ്പോൾ, വഞ്ചിക്കപ്പെട്ടപ്പോൾ, മനസ്സിലായോ? ഇതൊക്കെ ആ വേദനയിൽ പെടുന്നതാണ്. മനസ്സിലാവുണ്ടോ? ശരീരത്തിന് കിട്ടുന്ന മുറിവ് നമുക്ക് എപ്പോഴും അതൊരു കാലം കഴിയുമ്പോൾ എന്താകും? അത് ഉണങ്ങും, മനസ്സിലായോ? പക്ഷേ നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ അല്ലേ, ആന്തരികമായിട്ട് നമുക്ക് കിട്ടുന്ന മുറിവ് ഒരു പക്ഷേ അത് അങ്ങനെ ഇങ്ങനെയൊന്നും ഉണങ്ങില്ല. അപ്പം അത് ഉണങ്ങാനൊരു മാർഗമാണ്, ഒരു മരുന്നാണ് എന്ത്? യേശുവിന് കിട്ടിയ ഈ ആന്തരിക മുറിവിനോട് എന്ത് ചെയ്യുക? എൻ്റെ ഈ ആന്തരിക മുറിവ് കൊണ്ട്, അവൻ്റെ ഫിസിക്കൽ മുറിവിൽ കൊണ്ട് സമർപ്പിച്ചത് കൊണ്ട് ആയില്ല. മനസ്സിലായോ? അതും കൂടി പറഞ്ഞു തന്നു. എങ്ങനെ? എന്ത് പറഞ്ഞു? നിൻ്റെ ഇപ്പോഴത്തെ ഈ ആന്തരിക വേദനയുണ്ടല്ലോ, ഈ വേദന എൻ്റെ ഫിസിക്കൽ മുറിവിലേക്ക് അല്ല സമർപ്പിക്കേണ്ടത്. മനസ്സിലായോ? എൻ്റെ 5 തിരുമുറിവല്ല, എൻ്റെ ഈ 6ാമത്തെ തിരുമുറിവായ യൂദാസ് എന്നെ ഒറ്റിക്കൊടുത്തപ്പോൾ എനിക്കുണ്ടായ കയ്പ് നിറഞ്ഞ അനുഭവം ഉണ്ടല്ലോ, ആ വേദനയിലേക്ക് നിൻ്റെ ഈ വേദന, നിൻ്റെ ഈ ആന്തരിക വേദന നീ സമർപ്പിക്കുക, അപ്പോൾ നീ ആശ്വസിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1-2 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ശരിക്ക് അല്ലെങ്കിൽ എനിക്ക് ചിരിക്കാൻ തുടങ്ങി ഞാൻ. മനസ്സിലായോ? എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്നറിയോ? അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തതെന്നറിയോ? ഉടനെ ഇത് ശാന്തമായി, സമാധാനത്തിലായി, സന്തോഷത്തിലായി എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ആരിൽ നിന്നാണോ എനിക്ക് ഈ അനുഭവം ഉണ്ടായേ, ആ ആളെ തന്നെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ആളെ തന്നെ ആ വ്യക്തിനെ തന്നെ ഫോണിൽ വിളിച്ചു. ഈ സുഹൃത്തിനെ ഉണ്ടല്ലോ,
എനിക്ക് ആരിൽ നിന്നാണോ ഈ ആന്തരിക മുറിവുണ്ടായത്, അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിനോട് ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? അത് ഇത്തിരി ധൈര്യം വേണ്ടേ? മനസ്സിലായോ? അത് ആ സുഹൃത്ത് അന്ന് വരെ, ആ നിമിഷം വരെ അറിഞ്ഞിട്ടില്ല ഈ കാര്യം. അപ്പോൾ ആളോട് ഷെയർ ചെയ്തപ്പോൾ ആൾ പറയാണ്, ഞാൻ ഒരിക്കൽ പോലും മനസ്സിലങ്ങനെ ഇങ്ങനൊരു വേദന ഉണ്ടാകുന്ന തരത്തിൽ ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി മനഃപൂർവ്വം ചെയ്തതല്ല എന്ന്. മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു പൊരുൾ? പീഡാനുഭവത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ, യേശുവിൻ്റെ പീഡാനുഭവം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു എളിയ ഒരവസ്ഥ ഞാനൊന്ന് കൂട്ടിച്ചേർക്കുകയാണ് അവിടെ. ആ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ ജോലി എടുത്തിട്ട് വന്ന ആ ഒരു നടുവേനെടുത്തിരിക്കണ കാര്യം മാത്രമല്ല, അതുണ്ടാകാം, അതുകൊണ്ട് നമ്മുടെ ശാരീരിക വേദനയുടെ അവസ്ഥ മാത്രമല്ല പറയണം, അതിന് വേറെ അർത്ഥങ്ങളുണ്ട്. മനസ്സിലായേ? അപ്പോൾ ഈ ഒരു ടെക്നിക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ഒരു ടെക്നിക്ക് എൻ്റെ ജീവിതത്തിൽ അന്ന് ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനൊരു ടെക്നിക്ക്. കാരണം നമ്മളെപ്പോഴും യേശുവിൻ്റെ 5 തിരുമുറികളിലേക്കാണ് എല്ലാ വേദനകളും സമർപ്പിക്കണത്, ഇല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? എല്ലാ വേദനകളും നമുക്ക് കിട്ടുന്ന ആന്തരിക, പക്ഷേ നമുക്ക് കിട്ടുന്ന ആന്തരിക മുറിവ്, അതായത് നമുക്കൊരാളുടെ നിന്ന് കിട്ടുന്ന തിരസ്കരണം, നമുക്കൊരാളുടെ നിന്ന് കിട്ടുന്ന അല്ലേ അവഹേളനം, നമുക്കൊരാളിൽ നിന്ന് കിട്ടുന്ന വഞ്ചന, ഒറ്റപ്പെടുത്തൽ, ഇതെല്ലാം ഇല്ലേ യേശുക്രിസ്തുവിൻ്റെ ഈ ആന്തരിക, യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തതിലൂടെ യേശുവിനുണ്ടായ ആ വേദനയോട് ചേർത്തുനിന്ന് നിങ്ങൾ നോക്കിയേ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കപ്പെടും എന്നുള്ളത് എൻ്റെ അനുഭവം ഉണ്ടോ ഞാൻ പറഞ്ഞത്. ഇതെൻ്റെ അനുഭവമാണ്, ഞാനിത് മറ്റൊരാളുടെ ജീവിതത്തിൽ കണ്ട കഥ പറഞ്ഞതല്ല, ഇതെൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ വേറൊരാളോട് ഇത് പറഞ്ഞപ്പോഴത്തേക്കും ആൾക്കും അങ്ങനെ തന്നെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത് പിന്നീട് ഇങ്ങനെ ഒരു പെണ്ണാണ്, അപ്പോൾ അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു, എനിക്കങ്ങനെ അനുഭവം ഉണ്ടായി, അത് മാറിപ്പോയി എന്ന് പറഞ്ഞു, ആ വേദന മാറിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങളൊന്ന് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പം ഇത് സഭയുടെ പ്രബോധനവുമായിട്ട് അങ്ങനെ അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നതല്ല, പക്ഷേ എവിടെയോ എന്തൊക്കെയോ ഒരു ബന്ധം, മനസ്സിലായോ? എവിടെയോ എന്തൊക്കെയോ ഒരു ബന്ധം ഉണ്ടോ ഇല്ലയോ മനസ്സിലാവുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനന്ന് ആശ്വസിപ്പിക്കപ്പെട്ടു, ഇപ്പോഴും അങ്ങനെ ആശ്വസിപ്പിക്കപ്പെടുന്നുണ്ട്. എനിക്കുണ്ടാകുന്ന ഈ നമുക്കുണ്ടാകുന്ന അല്ലേ നമ്മളുടെ ഹൃദയത്തിൽ വരുന്ന വേദനകളെ കർത്താവിൻ്റെ ഈ വേദനയോട്, യേശുക്രിസ്തുവിന് യൂദാസിൽ നിന്നുണ്ടായ കയ്പ് നിറഞ്ഞ ആ വേദനയോട് ഒട്ടിച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആശ്വസിപ്പിക്കപ്പെടും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, അങ്ങനെ എൻ്റെ അടുത്ത് പറയണം. അപ്പോൾ കർത്താവിൻ്റെ നമ്മൾ വീണ്ടും ആ ഖണ്ഡികയിലേക്ക് വരാണ്. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും സ്മാരകം. അപ്പോൾ ഈസ്റ്റർ എഗ്ഗിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഈ ഒന്നും കൂടി നിങ്ങൾ ഈ 1330 നോക്കിയേ. അപ്പോൾ ഇവിടെ വിശുദ്ധ അല്ലേ ഈ ഇടതുവശത്ത് കണ്ടോ, കുർബാന എന്ന കൂദാശയെക്കുറിച്ച് 13.5 പേജോളമാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങാട് മുമ്പിലേക്ക് പറയണത്. എന്തെന്ന്? കുർബാന എന്ന കൂദാശയെക്കുറിച്ച്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ഈ കൂദാശ എങ്ങനെ വിളിക്കപ്പെടുന്നു എന്നുള്ള ഹെഡ്ലൈന് താഴത്തേക്കാണ് ഈ ഖണ്ഡികയൊക്കെ കിടക്കണേ. അപ്പോൾ അതിനെക്കുറിച്ച് ചില കൃതജ്ഞതാ സ്തോത്രം, അപ്പം മുറിക്കൽ, സ്തോത്രയാഗ സമ്മേളനം, വിശുദ്ധ ബലി, അങ്ങനെ പറഞ്ഞിട്ടൊരു 5-8 പേരുകളിൽ ഇത് ഇങ്ങനെ നമ്മളെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് സഭ. അപ്പോൾ ഇപ്പോൾ ഞാനതൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ ഏത് ഭാഗത്താണ് നമ്മൾ എന്നുള്ളത്, അല്ലെങ്കിൽ കുർബാന, വിശുദ്ധ കുർബാന എന്ന കൂദാശ എങ്ങനെയൊക്കെ വിളിക്കപ്പെടുന്നു, എന്ത് പേരൊക്കെ അതിന് സഭ നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ 1330 തന്നെ വീണ്ടും ഞാൻ ഒന്ന് വായിച്ചു പോകണേ. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും സ്മാരകം. എന്നിട്ട് പറയാണ് വിശുദ്ധ ബലി എന്നുള്ള പേര് അവിടെ കൊടുത്തിരിക്കുകയാണ്, കണ്ടോ അതിൻ്റെ ഒരു പേര് കൊടുത്തേക്കണം, വിശുദ്ധ ബലി. എന്നിട്ട് പറയണം, കാരണം അത് രക്ഷകനായ ക്രിസ്തുവിൻ്റെ ഏകയാഗത്തെ സന്നിഹിതമാക്കുകയും, കണ്ടോ, കാരണം അത് രക്ഷകനായ ക്രിസ്തുവിൻ്റെ ഏകയാഗത്തെ സന്നിഹിതമാക്കുന്നു. അതായത് യേശു ക്രിസ്തു, ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തു ചരിത്രത്തിൽ, ഈ പ്രപഞ്ചത്തിൽ അല്ലേ, യേശു ക്രിസ്തു ചരിത്രത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഒരിക്കൽ
എന്നേക്കുമായി അർപ്പിച്ച ബലി. കണ്ടോ, എന്താണ്? ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായി ഈ ചരിത്രത്തിൽ, ഈ പ്രപഞ്ചത്തിൽ അർപ്പിച്ച ഏകബലി. മനസ്സിലായോ? ഏകബലി. ആ ഏകബലി നിത്യമായി നിലനിൽക്കുന്നു. എവിടെ നിലനിൽക്കുന്നു? നിത്യമായി എന്നേക്കും അർപ്പിച്ച, ഈ ചരിത്രത്തിൽ അർപ്പിച്ച ബലി, ഈ യാഗം എന്നേക്കുമായി അർപ്പിച്ച ഈ ബലി നിത്യമായി നിലനിൽക്കുന്നു. എവിടെ നിലനിൽക്കുന്നു? സ്വർഗത്തിൽ നിലനിൽക്കുന്നു. നിത്യമായി നിലനിൽക്കുന്നു. മനസ്സിലാവുണ്ടോ? അതാണ് എന്താണ് കാരണം? അത് രക്ഷകനായ ക്രിസ്തുവിൻ്റെ ഏകയാഗത്തെ സന്നിഹിതമാക്കുകയും സഭയുടെ സമർപ്പണത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റെയും സംശുദ്ധ സമർപ്പണമാണെന്നൊക്കെ പറഞ്ഞു വായിച്ചു നേരത്തെ 2643. അപ്പോൾ ഇവിടെ എഴുതിയേക്കണുണ്ടോ? സഭയുടെ സമർപ്പണത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ യേശു ക്രിസ്തു ഈ ചരിത്രത്തിൽ, ഈ ഭൂമിയിൽ എന്നേക്കുമായി അർപ്പിച്ച ഏകബലി അത് നിത്യമായി സ്വർഗത്തിൽ നിലനിൽക്കുന്നു. ആ സ്വർഗത്തിൽ നിലനിൽക്കുന്ന നിത്യമായ ബലിയെ ഈ ഭൂമിയിൽ സന്നിഹിതമാക്കുകയാണ് ഓരോ ദൈവാലയത്തിലെ ബലിപീഠത്തിലും. മനസ്സിലായോ? ഓരോ ദൈവാലയത്തിലെ ബലിപീഠത്തിലും ഈ നിത്യമായി നിലനിൽക്കുന്ന, സ്വർഗത്തിൽ നിലനിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ യാഗം, ആ യാഗത്തെ ഭൂമിയിലെ ദൈവാലയത്തിലെ, ഭൗമിക ജെറുസലേമിലെ അല്ലേ എന്ന് വിളിക്കപ്പെടുന്ന ദൈവാലയത്തിലെ ബലിപീഠത്തിൽ, ഓരോ ബലിപീഠത്തിലും സന്നിഹിതമാക്കപ്പെടുന്നു. ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. വിശുദ്ധ ബലി അത് വിശുദ്ധ ബലി എന്ന് വിളിക്കാൻ കാരണം അത് രക്ഷകനായ ക്രിസ്തുവിൻ്റെ ഏകയാഗത്തെ സന്നിഹിതമാക്കുന്നു. അന്ന് ഗാഗുൽത്തയിൽ അർപ്പിച്ചില്ലേ ഈശോ? 2000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ഗാഗുൽത്തയിൽ അർപ്പിച്ച അതേ ബലി അത് നിത്യമായി സ്വർഗത്തിൽ നിലനിൽക്കുന്നു. മനസ്സിലായ? ആ ബലി, ആ ഏകയാഗം ഇന്നും ഈ ഭൂമിയിൽ ഓരോ ബലിപീഠത്തിലും സന്നിഹിതമാക്കപ്പെടുന്നു. അങ്ങനെ തന്നെ, അതിനൊരു മാറ്റമില്ല. അത് എങ്ങനെയാണ് അന്ന് അർപ്പിക്കപ്പെട്ടത് അതുപോലെ തന്നെ ഇന്ന് അത് ഇവിടെ അർപ്പിക്കപ്പെടുന്നു. അതിനെയാണ് സന്നിഹിതമാക്കപ്പെടുന്നു എന്ന് പറഞ്ഞത്. സന്നിഹിതമാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ, അപ്പം അത് സഭയുടെ സമർപ്പണത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. സഭയുടെ സമർപ്പണത്തെ. അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ നമ്മളല്ല എന്താണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്? സഭ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. നമ്മൾ ഓരോരുത്തരും സഭയാണെന്നും സഭ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു മെയിൻ കാതലായ ഘടകം മനസ്സിലായോ? എന്നിട്ട് പിന്നെ പറയാണ്, പിന്നെ 2-3-4 പേര് നമ്മളെ പരിചയപ്പെടുത്താണ് എന്താണ് വിശുദ്ധ ബലി മറ്റു പേരുകൾ എന്ന് പറഞ്ഞിട്ട്. എന്താണ്? ദിവ്യപൂജ എന്ന വിശുദ്ധ ബലി ഒന്ന്. രണ്ടാമത്തെ എന്താണ്? സ്തോത്ര ബലി. മൂന്നാമത്തേത് എന്താണ്? ആധ്യാത്മിക ബലി. നാലാമത്തേത് എന്താണ്? പാവനവും വിശുദ്ധവുമായ ബലി എന്നീ പേരുകളും ഉപയോഗിക്കാറുണ്ട്. എന്നിട്ട് പറയാണ്, കാരണം അത് പഴയ നിയമത്തിലെ എല്ലാ ബലികളെയും പൂർത്തിയാക്കുകയും അവയ്ക്ക് അതീതമായി നിലനിൽക്കുകയും ചെയ്യുന്നു. എന്താണ് പറഞ്ഞത്? കാരണം അത് പഴയ നിയമത്തിലെ എല്ലാ ബലികളും. എന്താണ് പഴയ നിയമത്തിലെ ബലികൾ? എന്തായിരുന്നു പഴയ നിയമത്തിലെ ബലികൾ? എന്തായിരുന്നു? ജീവൻ ഇല്ലാത്ത, എന്താണ് പറഞ്ഞത്? ജീവൻ ഇല്ലാത്ത ബലി ആയിരുന്നു. എന്ത് ബലി? പഴയ നിയമത്തിലെ ബലി. പഴയ നിയമത്തിലെ ബലി അല്ലേ? പുതിയ നിയമത്തിലെ ബലിയോ? പുതിയ നിയമത്തിലെ ബലിയോ? പുതിയ നിയമത്തിലെ ബലി എന്താണ്? ഇത് കണ്ടോ? പുതിയ നിയമത്തിലെ ബലിയുടെ പേരെന്താണ്? ഇത് നോക്കിയേ, കണ്ടോ? ഇത് സീറോ മലങ്കര റീത്തിലെ വിശ്വാസികൾ ഉപയോഗിക്കുന്ന ലിറ്ററേച്ചർ പുസ്തകമാണ്. മനസ്സിലായി? ആരാധനക്രമ പുസ്തകമാണ് വിശ്വാസികൾ ഉപയോഗിക്കുന്ന. അപ്പോൾ അതിൻ്റെ പേര് കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ജീവനുള്ള ബലി. മനസ്സിലാവുണ്ടോ? ജീവനുള്ള ബലി. അപ്പോൾ പഴയ നിയമത്തിലെ ബലികൾ എന്തായിരുന്നു? ജീവൻ ഇല്ലാത്ത ബലികളായിരുന്നു. അതാണ് പഴയ നിയമത്തിലെ ബലികളെ. കാരണം അത് പഴയ നിയമത്തിലെ എല്ലാ ബലികളെയും അല്ലേ? നമുക്കറിയാം, എല്ലാവരും ബലി അർപ്പിച്ചു.
അബ്രഹാം ബലിയർപ്പിച്ചു, മോശ ബലിയർപ്പിച്ചു, നോഹ ബലിയർപ്പിച്ചു. അപ്പം ഇവരെല്ലാവരും ബലിയർപ്പിച്ചു. പക്ഷേ ആ ബലി എന്തായിരുന്നു? ആ ബലി അതെല്ലാം ജീവൻ ഇല്ലാത്ത ബലികളായിരുന്നു, അല്ലെങ്കിൽ മൃഗബലികളായിരുന്നു. അപ്പോൾ കാരണം അത് പഴയ നിയമത്തിലെ എല്ലാ ബലികളെയും പൂർത്തിയാക്കി. അപ്പോൾ അതെങ്ങനെയാണ് പൂർത്തിയാക്കിയത്? ആ പഴയ നിയമത്തിലെ എല്ലാ ബലികളെയും പൂർത്തിയാക്കിയത് എങ്ങനെയാണ്? ജീവനുള്ള ബലിയർപ്പിച്ചുകൊണ്ട് സജീവനായ ദൈവം. അതാണ് നമ്മൾ സജീവനായ എന്നുള്ള വാക്കുകൾ കുർബാനയിലൊക്കെ കേൾക്കാറുണ്ട് അല്ലേ? സീറോ മലബാർ യൂത്തിലെ ആരാധനക്രമത്തിലും നിങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട്. എന്തെന്ന് കേൾക്കാറുണ്ട്? സജീവനായ. ഈ സജീവൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജീവനുള്ള. മനസ്സിലായോ? ജീവനുള്ള. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് പൂർത്തിയാക്കിയത്. പഴയ നിയമത്തിലെ എല്ലാ ബലികളെയും പൂർത്തിയാക്കിയത് എങ്ങനെയാണ്? ജീവനുള്ള ബലി അർപ്പിച്ചുകൊണ്ട് അവയ്ക്ക് അതീതമായി നിലനിൽക്കുന്നു. അതാണ് ആ ജീവനുള്ള ബലി അർപ്പിച്ചുകൊണ്ട് ഈശോ അവൻ തന്നെ തന്നെ മോചനദ്രവ്യമായി നൽകിക്കൊണ്ട് മനസ്സിലായി പൂർത്തിയാക്കുകയും അവയ്ക്ക് അതീതമായി നിലനിൽക്കുകയും ചെയ്യും. എന്നിട്ട് അതിൻ്റെ അടിയിലത്തെ ഖണ്ഡികയിലേക്ക് വരികയാണ്. ഈ 1330 തന്നെയാണ് കേട്ടോ. അത് ഇത്തിരി നീണ്ട ഖണ്ഡികയാണെന്ന് മാത്രം. എന്നിട്ട് പിന്നെ അടുത്ത പേരെന്താ പറയണേ? വിശുദ്ധവും ദൈവികവുമായ ആരാധനയാണ് വിശുദ്ധ കുർബാന. കണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താണ്? വിശുദ്ധ കുർബാന എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളെയും ഉൾക്കൊള്ളുകയും അല്ലേ? അങ്ങനെ ഒരു കാര്യം വായിച്ചോ ഇല്ലയോ നമ്മൾ നേരത്തെ? 2643 കണ്ടോ? വിശുദ്ധവും ദൈവികവുമായ ആരാധനയാണ് വിശുദ്ധ കുർബാന എന്നുള്ളത്. കാരണം സഭയുടെ ആരാധനക്രമം മുഴുവൻ്റെയും കേന്ദ്രവും. കണ്ടോ? ശ്രദ്ധിക്കണേ, സഭയുടെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കണേന്ന്? കാരണം സഭയുടെ ആരാധനക്രമം മുഴുവൻ്റെയും കേന്ദ്രവും എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ 7 കൂദാശകളുണ്ട് അല്ലേ? എത്ര കൂദാശകളുണ്ട്? 7 കൂദാശകളുണ്ട്. അപ്പോൾ ഈ 7 കൂദാശകളും 6 കൂദാശകളും എന്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു? ഈ 6 കൂദാശകളും എന്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു? പറയ്. ഈ 6 കൂദാശകളും എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? പറയില്ല അല്ലേ? അതായത് വിശുദ്ധ കുർബാന എന്ന കൂദാശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. മനസ്സിലാവുണ്ടോ? എന്താണ് പറഞ്ഞേ? മറ്റ്6 കൂദാശകളും വിശുദ്ധ കുർബാന എന്ന കൂദാശയിലേക്ക് എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? തിരിഞ്ഞിരിക്കുന്നു. ആ കൂദാശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അതാണ് കാരണം സഭയുടെ ആരാധനക്രമം മുഴുവൻ്റെയും കേന്ദ്രം. കണ്ടോ? സഭയുടെ ആരാധനക്രമം മുഴുവൻ്റെയും കേന്ദ്രവും ആ അർത്ഥത്തിലാണ് വിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശ എന്ന് വിളിക്കപ്പെടാറുണ്ടോ? കേട്ടിട്ടുണ്ടോ അങ്ങനെ? വിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശ എന്ന് വിളിക്കപ്പെടാറുണ്ട്, അല്ലെങ്കിൽ സഭ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഖണ്ഡികയിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കണേ? മറ്റെല്ലാ കൂദാശകളും ഈ വിശുദ്ധ കുർബാന എന്ന കൂദാശയിലേക്ക് എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? തിരിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ കാരണം സഭയുടെ ആരാധനക്രമം മുഴുവൻ്റെയും കേന്ദ്രവും ഏറ്റവും തീവ്രമായ പ്രകാശനം. കണ്ടോ? ശ്രദ്ധിക്കണം കേട്ടോ. ഏറ്റവും തീവ്രമായ പ്രകാശനവും ദൃശ്യമാകുന്നത് ഈ കൂദാശയുടെ ആഘോഷത്തിലാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? ഏറ്റവും തീവ്രമായ പ്രകാശനവും ദൃശ്യമാകുന്നത് ഈ കൂദാശയുടെ ആഘോഷത്തിലാണ്. അതെന്തുകൊണ്ടാണ്? മറ്റു കൂദാശകളിൽ അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ കാണാത്തത് എന്താണെന്നാണ് പറയണേ? അപ്പം ഈ 7 കൂദാശകളും ഉണ്ടെന്ന് പറഞ്ഞു. ഈ 7 കൂദാശകളിൽ നിന്ന് 6 കൂദാശകളിൽ നിന്ന് നമുക്ക് എന്താ ലഭിക്കണേ? 6 കൂദാശകളിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? 6 കൂദാശകളിൽ നിന്ന് നമുക്ക് കൃപകൾ ലഭിക്കുന്നു അല്ലേ? 6 കൂദാശകളിൽ നിന്ന് നമുക്ക് കൃപകൾ ലഭിക്കുന്നു. പക്ഷെ വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ നിന്ന് എന്ത് ലഭിക്കുന്നു? എന്ത് ലഭിക്കുന്നു? കൂദാശ അല്ലേ? കൃപകളുടെ ദാതാവിനെ തന്നെ നമുക്ക് ലഭിക്കുന്നു. ആരെ ലഭിക്കുന്നു? കൃപകളുടെ. മറ്റ് 6 കൂദാശകളിൽ നിന്നും കൃപകൾ ലഭിക്കുന്നു അല്ലേ?
ഈ കൂദാശകളുടെ കൂദാശ എന്നൊക്കെ പറയാൻ കാരണം എന്താ? വിശുദ്ധ കുർബാനയെ കൂദാശകളുടെ കൂദാശ എന്നൊക്കെ വിളിക്കുന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സഭ നമ്മളെ പഠിപ്പിക്കുന്നു, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കണത്? അപ്പോൾ മറ്റാറ് കൂദാശകളിൽ നിന്നും കൃപകൾ ലഭിക്കുന്നു. പക്ഷേ വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ നിന്നോ ഈ കൃപകളുടെ ദാതാവായ ഉടമസ്ഥനായ ക്രിസ്തുവിനെ തന്നെ നമുക്ക് ലഭിക്കുന്നു എന്നതുകൊണ്ടാണ് ഏറ്റവും തീവ്രമായ പ്രകാശനവും ദൃശ്യമാകുന്നത് ഈ കൂദാശയുടെ ആഘോഷത്തിലാണെന്ന് പറയാൻ കാരണം. മനസ്സിലായോ? ഏറ്റവും തീവ്രമായ പ്രകാശനവും ദൃശ്യമാകുന്നത് ഈ കൂദാശയുടെ ആഘോഷത്തിലാണെന്ന് പറയാൻ കാരണം എന്താ? അത് കൃപകളുടെ ദാതാവ് തന്നെ നമ്മളിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണത്. ഇതേ അർത്ഥത്തിൽ ഇതിനെ നാം വിശുദ്ധ രഹസ്യങ്ങളുടെ ആഘോഷം എന്നും വിളിക്കുന്നു. കണ്ടോ? ഇതേ അർത്ഥത്തിൽ ഇതിനെ നാം വിശുദ്ധ രഹസ്യം. ഈ വിശുദ്ധ രഹസ്യം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നത് മനസ്സിൽ വരുന്നത് റാസ കുർബാന അല്ലെ? റാസ എന്ന വാക്കിനർത്ഥം നമ്മൾ നിങ്ങളുടെ അടുത്ത് കുർബാനയെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കും അന്ന് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടായിരിക്കുമെങ്കിലും. റാസ എന്ന വാക്കിനർത്ഥം എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടാവും. റാസ എന്ന വാക്കിനർത്ഥം എന്താണ്? രഹസ്യം എന്നാണ്. രഹസ്യം. മനസ്സിലായോ? രഹസ്യം എന്തുകൊണ്ടാണ് രഹസ്യം എന്ന് പറയണേ? എന്തുകൊണ്ടാണ് രഹസ്യം എന്ന് പറയണേ? റാസ എന്ന വാക്കിനർത്ഥം രഹസ്യമാണ്. അപ്പം എന്തുകൊണ്ടാണ് രഹസ്യം എന്ന് പറയണേ? ഒരു കാര്യം രഹസ്യമാണെന്ന് പറയാൻ കാരണം എന്താ? അത് പരസ്യമല്ല, അതുകൊണ്ടാണ്. മനസ്സിലായോ? അത് പരസ്യമല്ല, അതുകൊണ്ടാണ് അത് രഹസ്യമെന്ന് പറയണത്. മനസ്സിലായോ? അത് പരസ്യമാക്കപ്പെടാൻ സാധിക്കില്ല. അത് നിഗൂഢാത്മകമായിട്ടിരിക്കുകയാണ്, രഹസ്യമാണ്. അതുകൊണ്ട് റാസ കുർബാന ക്രമം അല്ലേ, റാസ എന്ന ആ വാക്കിനെ തന്നെ രഹസ്യമെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതേ അർത്ഥത്തിൽ ഇതിനെ നാം വിശുദ്ധ രഹസ്യങ്ങളുടെ ആഘോഷം എന്നും വിളിക്കുന്നു. ഇത് ശ്രദ്ധിച്ചോട്ടാ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇത് കൂദാശകളുടെ കൂദാശയായതിനാൽ, കണ്ടോ, ഇത് കൂദാശകളുടെ കൂദാശ, എന്ത് വിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇത് കൂദാശകളുടെ കൂദാശയായതിനാൽ ഇതിനെ പരിശുദ്ധ തമ കൂദാശ എന്നും നാം വിളിക്കുന്നു. സക്രാരിയിൽ സൂക്ഷിക്കപ്പെടുന്ന കുർബാനയുടെ സാദൃശ്യങ്ങളെയും ഇതേ പേരുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നു അല്ലേ? പരമ പരിശുദ്ധ ദിവ്യകാരുണ്യം എന്ന് നമ്മൾ അല്ലേ, നമ്മളെപ്പോഴും ഇങ്ങനെയാണ് പറയാറ്. എന്ത് പറയും? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അല്ലേ? പരിശുദ്ധ പരമ, അങ്ങനെയാണോ പറയണേ? ശരിയാണോ? അങ്ങനെയല്ലേ പറയണേ? ശ്രദ്ധിച്ചോ നിങ്ങൾ? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശരിക്ക് പരിശുദ്ധ പരമേന്നല്ല പറയണേ, പരമപരിശുദ്ധ. മനസ്സിലായോ? പരമ പരിശുദ്ധ. പക്ഷെ ആദ്യം നമ്മൾ പറയണത് പരിശുദ്ധ എന്നാണ്. പരമ പരിശുദ്ധ. അത് ഇത് കണ്ടോ, ഈ ക്യാനൻ ലോ, ഇതാണ് ക്യാനൻ ലോ. ഈ ക്യാനൻ ലോയിലൊക്കെ എല്ലാം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പരമ പരിശുദ്ധ എന്നാണ് എഴുതിയിരിക്കണേ. മനസ്സിലാവുണ്ടോ? അത് പിന്നെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അത് എഴുതിയിരിക്കണേ. ഞാനപ്പോൾ അത് എപ്പോഴും നോട്ട് ചെയ്ത് വയ്ക്കുമായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അത് കണ്ടോ, കണ്ടോ, ഈ പേജിൽ മുഴുവനും അങ്ങനെ എഴുതിയിരിക്കണേ. എന്തെന്നാണ് ഇവിടെ എഴുതിയിരിക്കണത്? ദിവ്യബലി അർപ്പണത്തിൻ്റെ സമയവും സ്ഥലവും പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ സൂക്ഷിക്കലും ആരാധനയും. കണ്ടോ, ഇവിടെ എല്ലാം എഴുതിയിരിക്കണത് പരമ പരിശുദ്ധ ദിവ്യകാരുണ്യം, പരമ പരിശുദ്ധ ദിവ്യകാരുണ്യം, പരമ പരിശുദ്ധ ദിവ്യകാരുണ്യം. പരിശുദ്ധ പരമ എന്നല്ല, ശ്രദ്ധിക്കണേ. പരിശുദ്ധ പരമ എന്നല്ല, പരമ പരിശുദ്ധ ദിവ്യകാരുണ്യം. മനസ്സിലായോ? പരമ ആദ്യം വരുന്നത് പരമ. ഇപ്പം ഞാൻ പറയണതല്ല കേട്ടോ. ഇത് കണ്ടോ, ക്യാനൻ ലോ, കത്തോലിക്ക സഭയുടെ ക്യാനൻ ലോ പറയണതാണ്, ഞാൻ പറയണതല്ല. മനസ്സിലായോ? ക്ലിയർ ആണോ? പരമ പരിശുദ്ധ ദിവ്യകാരുണ്യം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സക്രാരിയിൽ സൂക്ഷിക്കപ്പെടുന്ന കുർബാനയുടെ സാദൃശ്യങ്ങളെയും ഇതേ പേരുകൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ആ ഇന്നത്തെ ഗണ്ണിക
എല്ലാം അടങ്ങിയിരിക്കണേ. എന്നിരുന്നാലും നമുക്ക് ആ 2643 ഒന്നും കൂടി വായിക്കാം. അപ്പോൾ ഇതെല്ലാം ആരാധന സ്തുതിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്താണ് നമ്മൾ കേട്ടോ. നമ്മളുടെ ഭാഗം എന്തെന്നാണ്? ആരാധന, സ്തുതിപ്പ് അല്ലേ? അതുമായി ബന്ധപ്പെട്ട ഭാഗത്തെയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണേ, പ്രബോധനത്തെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണേ. അപ്പം അത് ലിറ്റർജിയിൽ ആരാധന, സ്തുതിപ്പ്, കൃതജ്ഞത, യാചന, മധ്യസ്ഥ പ്രാർത്ഥന, യാചനാ പ്രാർത്ഥന. അപ്പം ഇതൊക്കെ ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതിൽ ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നതാണ് എന്നാണ് കൂടുതലായിട്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഇത് നോക്കി ഞാൻ ഒന്നുകൂടി വായിക്കട്ടെ. 2643 വിശുദ്ധ കുർബാന പ്രാർത്ഥനയുടെ എല്ലാ രൂപങ്ങളും ഉൾക്കൊള്ളുകയും, കണ്ടോ, എല്ലാ രൂപങ്ങളും ഉൾക്കൊള്ളുകയും, പ്രാർത്ഥനയുടെ എല്ലാ രൂപം, എല്ലാ രീതികളും, എല്ലാ രൂപങ്ങളും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അല്ലേ, യാചനാ പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും സ്തുതിപ്പും ആരാധനയും കൃതജ്ഞതയും ഇതെല്ലാം അടങ്ങുന്നതാണ് എന്ത്? ലിറ്റർജി. മനസ്സിലായോ? അതുകൊണ്ടാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ എല്ലാ രൂപങ്ങളും ഉൾക്കൊള്ളുകയും അത് ആവിഷ്കരിക്കുകയും ചെയ്യും. അതായത് അതിനെ വെളിപ്പെടുത്തുകയും അതിനെ സന്നിഹിതമാക്കുകയും ചെയ്യും. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റെയും സഭ മുഴുവൻ്റെയും സംശുദ്ധമായ സമർപ്പണമാണത്. പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യങ്ങളനുസരിച്ച് സ്തോത്രബലിയാണത്. സ്തോത്രബലി. അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗം കഴിഞ്ഞു. പിന്നെ ഇനിയുള്ളത് സംഗ്രഹമാണ്. അതായത് ഓരോ ഭാഗത്തെയും കുറിച്ച് സഭ നമ്മളെ പ്രബോധനത്തിലൂടെ പഠിപ്പിച്ചതിന് ശേഷം ആ ഓരോ ഭാഗത്തിൻ്റെയും സംഗ്രഹം കൊടുക്കും. അപ്പോൾ ആ സംഗ്രഹമൊക്കെയാണ് ഇനി അടുത്ത ആഴ്ച നമ്മൾ പറയാൻ പോണത്. അപ്പോൾ അത് ഇപ്പം ഇത്ര ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള സംഗ്രഹം. അപ്പോൾ അതങ്ങനെ നമ്മൾ അതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ അധ്യായം 2 പ്രാർത്ഥനയുടെ പാരമ്പര്യം അതിലേക്ക് കടക്കും. അപ്പോൾ പ്രാർത്ഥനയുടെ പാരമ്പര്യം എന്നുള്ള, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഉറവിടങ്ങളിലേക്ക് എന്നുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും വ്യക്തിപരമായ പ്രാർത്ഥന എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥന എന്താണെന്നും അതെങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എപ്പോൾ പ്രാർത്ഥിക്കണമെന്നും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു പ്ലാൻ ചെയ്തേക്കണത് വെളുപ്പിനെ 4 മണിക്ക് എണീറ്റാൽ പോരാ. അതിങ്ങനെ കുറച്ച് വീട്ടമ്മമാർ ഞങ്ങൾ ചെയ്യുമായിരുന്നു. അവരെന്നോട് ഇങ്ങനെ നിർബന്ധം പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുമായിരുന്നു, അവരും എണീക്കും 4 മണിക്ക്. എന്നിട്ട് ഞാനിവിടെ ഗൂഗിൾ മീറ്റ് ഓൺ ചെയ്തിട്ട് അവരിങ്ങനെ 1 മണിക്കൂർ നമ്മളങ്ങനെ ചെയ്യുമായിരുന്നു കുറച്ച് മാസങ്ങൾ. ഒരു 7 വീട്ടമ്മമാരുണ്ടായിരുന്നു. അത് അവർ പറഞ്ഞിട്ടാണ്, ഞാനല്ല അവരോടത് പറഞ്ഞത്. ഒരു വീട്ടമ്മക്ക് കിട്ടിയ ഒരു ജ്ഞാനമാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചുകൂടാ? അപ്പോൾ അത് വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്. അപ്പോൾ അവരങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് സാധിക്കുമോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞത് കൊണ്ട് ചെയ്യരുത്, നിങ്ങൾക്ക് സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും പിരിമുറുക്കങ്ങളെയും അതിനതിജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമ്മുടെ ആത്മാവിനുണ്ട് അല്ലേ? എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ പിരിമുറുക്കങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്ന ശക്തി നമ്മളിൽ നിക്ഷിപ്തമാണ്, നമ്മുടെ ആത്മാവിൽ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും നമ്മളുടെ പ്രതിസന്ധിയും നമ്മളുടെ പിരിമുറുക്കങ്ങളും എല്ലാം തലയിൽ വെച്ചുകൊണ്ട് കിടക്കണം. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റപ്പെടാൻ നമുക്ക് വലിയ മരുന്നുകളൊക്കെ കഴിച്ചത് കൊണ്ട്, കുറേ മരുന്നുകളൊക്കെ കഴിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറാറുണ്ട് പല പല കാര്യങ്ങൾക്കും വേണ്ടി. അപ്പോൾ മരുന്നൊക്കെ കഴിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഇതും കൂടി, അല്ലെങ്കിൽ ഇത് മെയിനായിട്ട്, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത്? വ്യക്തിപരമായ പ്രാർത്ഥന. എന്താണ് വ്യക്തിപരമായ പ്രാർത്ഥന? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്പോൾ പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതിന് ഇവിടെ ഇത് കണ്ടോ, നിങ്ങൾ ഈ വലതുവശത്ത നിങ്ങളുടെ CCCയിൽ ആ കണ്ടോ, അധ്യായം 2 പ്രാർത്ഥനയുടെ പാരമ്പര്യം 2650 ഖണ്ഡിക. ഞാനൊന്ന് വെറുതെ ഓടിച്ചു വായിക്കട്ടെ.
ആന്തരിക പ്രേരണയുടെ സ്വതസിദ്ധമായ പ്രവാഹമായി പ്രാർത്ഥനയെ ചുരുക്കാനാവില്ല. അതിന് മനസ്സുണ്ടായിരിക്കണം. പ്രാർത്ഥനയെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്തെന്നറിഞ്ഞാൽ മാത്രം പോരാ. കണ്ടോ, മനസ്സിലായോ? വിശുദ്ധ ഗ്രന്ഥം, അതായത് ബൈബിള്, പ്രാർത്ഥനയെപ്പറ്റി വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ. പിന്നെയോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കൂടി അറിഞ്ഞേ തീരൂ. കണ്ടോ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കൂടി അറിഞ്ഞേ തീരൂ. വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സഭയിലെ ദൈവമക്കളെ സജീവമായ, കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു വാക്കാണ് സജീവമായ, അതായത് ജീവനുള്ള കൈമാറ്റം. ആ ജീവനുള്ള കൈമാറ്റത്തെയാണ് എന്തെന്ന് പറയണേ? വിശുദ്ധ പാരമ്പര്യം എന്ന് പറയും. ഈ വിശുദ്ധ പാരമ്പര്യത്തെയാണ് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ മറ്റു വിശ്വാസികളായ മക്കൾ കൂടുതൽ എതിർക്കുന്നത്. പാരമ്പര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ പ്രാർത്ഥന എവിടെ നിന്നാണ് കിട്ടിയേ? ഈ പ്രാർത്ഥന എവിടെ നിന്നാണ് കിട്ടിയേ? ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞേ എന്ന് പറഞ്ഞു? എന്ത് പറഞ്ഞു? അതെ, നീ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ. മനസ്സിലായേ? പഠിപ്പിക്ക്. എന്ത് പഠിപ്പിക്ക്? ഞങ്ങളെയും പഠിപ്പിക്ക്. എന്താ പഠിപ്പിക്കേണ്ടത്? നീ പ്രാർത്ഥിച്ചില്ലേ, അതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്ക്. അപ്പം അത് യേശുക്രിസ്തു പ്രാർത്ഥിക്കണത് കണ്ടിട്ടല്ലേ അതങ്ങനെ പറയാൻ തോന്നിയത് ഇവർക്ക്. അപ്പം ഈ പ്രാർത്ഥന വന്നത് എവിടെ നിന്നാണ്? മനസ്സിലായോ? ആ പാരമ്പര്യത്തെ തള്ളിക്കൊണ്ട്, മനസ്സിലായോ? അപ്പം അതൊക്കെ ആ അസ്തിത്വം തന്നെ അത് നിലനിൽക്കുന്നതല്ല അവരുടെ ആ ഒരു. അത് പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്ന് മനസ്സിലായോ? വിശുദ്ധ ഗ്രന്ഥം പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? തിയറിയൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. പിന്നെന്താണ്? എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കൂടി അറിഞ്ഞേ തീരൂ എന്ന്. കണ്ടോ, എങ്ങനെ പ്രാർത്ഥിക്കണം? അപ്പം അതിന് ഡെമോ വേണം. അത് പറഞ്ഞു തന്നാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം? ചെയ്ത് കാണിക്കുകയും കൂടിയും വേണം. അല്ലെങ്കിൽ ചെയ്ത് നമ്മൾ പഠിക്കണം. മനസ്സിലാവുണ്ടോ? അപ്പം അത് ക്ലാരിറ്റി ആയെന്ന് തോന്നണം. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പം നിങ്ങൾ അത് ഇതിപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞതുകൊണ്ട് ചെയ്യണ്ട. പക്ഷേ നിങ്ങൾ ചോദിക്കുക കർത്താവിനോട്, അല്ലേ, ഞാൻ പ്രാർത്ഥിക്കണോ കർത്താവേ? അപ്പോൾ കർത്താവ് എന്ത് പറയും? എന്ത് പറയും? പ്രാർത്ഥിക്കണമെന്ന് പറയും. മനസ്സിലായി? കർത്താവിനോടാണ് ചോദിക്കണമെങ്കിൽ കർത്താവ് പറയും, എന്ത് പറയും? പ്രാർത്ഥിക്കണമെന്ന് പറയും. ഇപ്പം നമ്മുടെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇന്നത്തെ ജീവിതാവസ്ഥയ്ക്ക് ഏറ്റവും മികച്ച മരുന്നാണ്, ഔഷധമാണ് എന്ത്? വ്യക്തിപരമായ പ്രാർത്ഥന. അപ്പം അത് ഒഴിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ക്രിസ്ത്യാനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതൊഴിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ക്രിസ്ത്യാനിക്കും, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു മനുഷ്യനും, ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമല്ല ഒരു മനുഷ്യനും മുന്നോട്ട് പോകാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പം അത് നിങ്ങൾ തീരുമാനിക്കൂ. എന്നിട്ട് നിങ്ങൾ വെളുപ്പിനെ 4 മണിക്ക് നിങ്ങൾക്ക് പറ്റുമോ? നമ്മളെ മറ്റു ബിസിനസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എണീക്കില്ലേ? അപ്പം ഇതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നല്ല, ചെയ്താൽ അതിനുള്ള ഗുണവും ഫലവും നിങ്ങളുടെ ആത്മാവിനും ജീവിതത്തിലൊക്കെ ഉണ്ടാവും. അത് അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ചെയ്താൽ അവർക്ക്, ആ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.